ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അടുത്ത ഒരു 4ാമത്തെ സെഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ പ്രോസസ്സ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ അവൈലബിൾ ആക്കുമ്പോൾ അതിന് മെറ്റീരിയലിന് നാല് സ്റ്റേജുകളാണുള്ളത്. ഒന്ന്, മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യണം, മെറ്റീരിയൽ റിസീവ് ചെയ്യണം, മെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യണം, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇവിടെയൊക്കെ നമുക്ക് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ നമ്മൾ ഇഫക്റ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്യണം. അതാണ് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ പർച്ചേസ് ചെയ്യണം, റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മെറ്റീരിയൽ അവരൊക്കെ ഇഷ്യൂ ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൻ്റെ ഭാഗങ്ങളാണ്. ഇനി മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 2 രീതിയിലാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, 2 ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റീരിയൽ നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ് ഒരു സ്ഥാപനത്തിലെങ്കിൽ വെൻ ഓൾ ദ പർച്ചേസ് മെയ്ഡ് ബൈ വൺ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് അല്ലേ. ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സും പർച്ചേസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ആ മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു രീതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ പർച്ചേസും ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് നടക്കുന്നത്. അവരാണ് എന്ത് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യുന്നത്. സോ അവർ എക്സ്പേർട്ട് ആയിരിക്കും, അവർ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അതിനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണ്. ഒന്ന്, റിഡ്യൂസ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും മെറ്റീരിയൽസിന്. കാരണം അവർ എക്സ്പേർട്ടാണ്. സോ ഒരു എല്ലാ സാധനങ്ങളും അവർ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ബൾക്ക് പർച്ചേസിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ഇൻവെൻട്രീസ് ഏതൊക്കെ പർച്ചേസ് ചെയ്യണം, എത്ര പർച്ചേസ് ചെയ്യണം, കറക്റ്റായിട്ട് അവർക്ക് ഇതുണ്ടായിരിക്കും. സോ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്ലറിക്കൽ വർക്ക് പരമാവധി കുറയ്ക്കാം അല്ലേ. സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് വേണ്ട, ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ അത് അവർക്ക് ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ക്ലറിക്കൽ വർക്ക് കുറയ്ക്കാൻ പറ്റും, ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാൻ പറ്റും, ബൾക്ക് പർച്ചേസ് നടത്താൻ പറ്റും, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇത്രയും അഡ്വാൻറ്റേജാണ് ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിന് ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം അല്ലേ. ഒന്നെന്ന് പറയുന്നത് ഡിലേ ഉണ്ടാവും. മെറ്റീരിയൽസ് പെട്ടെന്ന് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സിംഗിൾ പർച്ചേസ് നടത്തുന്ന പോലെയല്ല എന്ത് ചെയ്യുന്നതാണ്, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് പർച്ചേസ് ചെയ്ത് തരുന്നത്. സോ അവർ അത് ഓർഡർ എടുത്ത് കെട്ടുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ഡിലേ ഉണ്ടായിരിക്കാം. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്ലാൻസിന് അതെന്തല്ല, സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ ഹ്യൂജ് കോസ്റ്റ് ആർ റിക്വയർഡ് അല്ലേ. ഒരു സിംഗിൾ പോയിന്റിൽ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സോ വലിയ കോസ്റ്റ് അവർക്ക് ഉണ്ടായിരിക്കും. ഇറ്റ് മേ റിസൾട്ട് ഇൻ റോങ് പർച്ചേസ്. ചില സമയത്ത് റോങ് പർച്ചേസിനും സാധ്യതയുണ്ട് അല്ലേ. നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതാണ് വേണ്ടത്, അത് എന്താണെന്നുള്ളത്. പക്ഷേ നമുക്ക് വേണ്ടി വേറൊരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ സോ അത് ചിലപ്പോൾ തെറ്റുകളോ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വേണ്ട പർച്ചേസാണ് അവർ ചെയ്യുന്നത്. സോ ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നേക്കാം. അതാണ് റോങ് പർച്ചേസ് ഉണ്ടാവാം എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എൻജോയ് ബെനിഫിറ്റ്സ് ഓഫ് ലോക്കൽ പർച്ചേസ്. ലോക്കൽ പർച്ചേസ് പോസിബിൾ അല്ല അവിടെ അല്ലേ. ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം എൻറ്റയർ ഓർഗനൈസേഷന് വേണ്ട സാധനങ്ങളാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. സോ അവർ വലിയ പർച്ചേസ് സ്ഥാനത്തും കിട്ടുന്നോ അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടായിരിക്കും പർച്ചേസ് ഉണ്ടായിരിക്കും. സോ ഒരു ലോക്കൽ പർച്ചേസിന് അഡ്വാൻറ്റേജ് ഒന്നും അവിടെ എന്താവില്ല, ലഭ്യമാവില്ല എന്നാണ്. ഇനി സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറയുന്നത് അല്ലേ. ഓരോ സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റുകളും അവർക്ക് വേണ്ട മെറ്റീരിയൽസ് അവർ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ വെൻ പർച്ചേസ് ആർ മെയ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ്ലി, ഇറ്റ് ഈസ് കോൾഡ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് അല്ലേ. ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. അപ്പോൾ ഈ 2 മെത്തേഡാണ് പർച്ചേസിങ്ങിൽ വരുന്നത്. സോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്, ഒന്ന് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് എന്തൊക്കെയാണ്, 4 സ്റ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്,
അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. ഓക്കെ.